പോത്തൻകോട് നേതാജിപുരം നേതാജി ഗ്രന്ഥശാല റീഡിംഗ് റൂമിന്റെ പുതിയ മന്ദിരത്തിന്റെ നിർമ്മാണോദ്ഘാടനം മന്ത്രി GR അനിൽ നിർവഹിച്ചു. നേതാജിപുരം കേന്ദ്രമാക്കി ഒരു റേഷൻ കട അനുവദിച്ചതായി മന്ത്രി പറഞ്ഞു. ഇവിടെ നേരത്തെ സ്വാഗത പ്രാസംഗികൻ സൂചിപ്പിച്ചതുപോലെ ലൈബ്രറിയുടെ പരിമിതികൾ ഒന്നൊന്നായി മാറി വരുന്നതിൻ്റെ ആദ്യ പടിയാണ് അതിന് സ്വന്തമായിട്ടുള്ള കെട്ടിടം എന്നുള്ളത്. സ്വന്തമായി കെട്ടിടം യാഥാർത്ഥ്യമാകുമ്പോൾ പുസ്തക ശേഖരണം കൂടുതൽ വിപുലമാക്കാൻ കഴിയും. കൂടുതൽ പുസ്തകങ്ങൾ ശേഖരിച്ച് കൂടുതൽ ആളുകൾക്ക് പ്രയോജനമാകുന്ന ഒരു കേന്ദ്രമായി ലൈബ്രറി മാറാനും കഴിയും. നമ്മുടെ നാടിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ ചെറിയ ഗ്രാമങ്ങളിൽ ഇതുപോലുള്ള ഗ്രാമങ്ങളിൽ ഉൾപ്പെടെ ലൈബ്രറിയും ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബുകളും വ്യാപകമായി നമുക്ക് കാണാൻ കഴിയും. ഇന്നിപ്പോൾ അത്ര സജീവത എല്ലായിടത്തും ഇല്ലെങ്കിലും ഈ മാണിക്കൽ പഞ്ചായത്തിൻ്റെ ഈ പ്രദേശങ്ങളിൽ അതിൻ്റെ സജീവത എപ്പോഴും ഉത്സവ അന്തരീക്ഷമാണ്. ക്ലബ്ബുകളുടെ വാർഷികം നടക്കും. ഞാൻ MLA മന്ത്രിയൊക്കെ ആയ ശേഷം എല്ലാ പരിപാടിയും നടന്നു. ആയിരക്കണക്കിന് ആളുകൾ വീട്ടമ്മമാരടക്കം ഉത്സവപ്പറമ്പിൽ വരുന്നത് പോലെ ഈ ക്ലബ്ബുകളുടെ വാർഷികവുമായി ബന്ധപ്പെട്ട് ഈ ചുറ്റുപാട് നടക്കുന്ന എല്ലാ പരിപാടികളും കാണാൻ. സത്യത്തിൽ നാടിൻ്റെ വെളിച്ചമാണ് ലൈബ്രറി. നാട്ടിൽ ഇരുണ്ട് കിടക്കുന്ന നാടിന് വെളിച്ചം പകരാൻ നമ്മുടെ ലൈബ്രറികൾക്ക് കഴിഞ്ഞു എന്നതാണ്. വായനാശീലം അതിൽ നിന്നുണ്ടായില്ല. നേതാജി ലൈബ്രറി വൈസ് പ്രസിഡന്റ് K. വേണുഗോപാലൻ നായർ അധ്യക്ഷനായി. സെക്രട്ടറി RS ഹരികുമാർ, മാണിക്കൽ പഞ്ചായത്ത് പ്രസിഡന്റ് D. ശാന്തകുമാരി, പോത്തൻകോട് പഞ്ചായത്ത് പ്രസിഡന്റ് V. ബിന്ദു, വൈസ് പ്രസിഡന്റ് S. സുമേഷ്, പോത്തൻകോട് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം M. പ്രവീൺ, പഞ്ചായത്ത് അംഗങ്ങളായ JS. പ്രവീണ, VG. ലിഗീഷ്, താലൂക്ക് ലൈബ്രറി കൗൺസിൽ എക്സിക്യൂട്ടീവ് അംഗം അജയ് കുമാർ, M. അനിൽകുമാർ, K. സജീവ്, R. ഷാഹിദ ബീവി എന്നിവർ സംസാരിച്ചു. മന്ത്രി പറഞ്ഞതുപോലെ വളരെ സന്തോഷകരമായ ഒരു നിമിഷമാണ് ഒരു ലൈബ്രറിയുടെ തറക്കല്ലിയുടെ കർമ്മം. ഇതിൽ ഏറ്റവും കൂടുതൽ നമ്മൾ പ്രശംസിക്കേണ്ടത് ഇതിനെ വസ്തു തന്ന വേണുഗോപാൽ നായർ സാർ അവർകളെയാണ്. 2 സെന്റ് ഭൂമി ഇന്ന് നമ്മളൊരു അങ്കമാടിക്ക് സ്വന്തമായിട്ട് ഒരു കെട്ടിടത്തിന് നമ്മൾ ഓരോ വാർഡുകളിൽ നമ്മൾ സമീപിച്ചാൽ പോലും ആരും സൗജന്യമായിട്ട് തരാൻ തയ്യാറല്ല. ഇപ്പൊ സാറ് ഈ ഒരു കാര്യം ചെയ്തതിന് എല്ലാവിധ പ്രാർത്ഥനയും സാറിൻ്റെ കൂടെ ഉണ്ടാവണം. പിന്നെ എത്രയും പെട്ടെന്ന് ഈ കെട്ടിടത്തിന് ഫണ്ട് അനുവദിച്ച നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രി സാറിനെ ഏറ്റവും കൂടുതൽ നിങ്ങളുടെ എല്ലാവരുടെയും വേണ്ടി ഞാൻ എന്റെയും നന്ദി അറിയിക്കുകയാണ്. ബഹുമാനപ്പെട്ട വേണുഗോപാൽ നായർ പുള്ളിയെ ഏറെ ആദരവോടുകൂടി നോക്കിക്കണ്ടുകൊണ്ട് അവസാനിപ്പിക്കുന്നു. K. വേണുഗോപാലൻ നായർ സൗജന്യമായി നൽകിയ 2 സെന്റ് ഭൂമിയിലാണ് മന്ത്രി GR അനിൽ അനുവദിച്ച 15 ലക്ഷം രൂപ ഉപയോഗിച്ച് ഗ്രന്ഥശാല കെട്ടിടം നിർമ്മിക്കുന്നത്. ഫ്രം ദ ഡെസ്ക്, ന്യൂസ് കേരള ഓൺലൈൻ 24/7.